നമസ്കാരം. JRP നേതാവ് CK ജാനു പുതിയ മുന്നണി പ്രവേശനത്തിനായി കോപ്പ് കൂട്ടുന്നു എന്നാണ് വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും സുപ്രധാനകരമായ ഒരു വാർത്ത പങ്കുവെക്കാനുള്ളത്. നേരത്തെ NDAയുടെ ഭാഗമായ CK ജാനു NDA മുന്നണി മര്യാദകളൊന്നും പാലിക്കുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു NDAയിൽ നിന്ന് വിട്ട് പുറത്തു വന്ന് ഇപ്പോൾ സ്വതന്ത്രനായി ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഒരു മുന്നണി പ്രവേശനം ഉണ്ടാകുമെന്നാണ് CK ജാനു അറിയിച്ചിരിക്കുന്നത്. CK ജാനിന്റെ വാക്കും പ്രവൃത്തിയും കണ്ടാൽ അത് UDF-ലേക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മുത്തങ്ങ സംഭവങ്ങളൊക്കെ മുത്തങ്ങ കലാപത്തിന്റെ പേരിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയെയും കോൺഗ്രസിനെയും രൂക്ഷമായ രീതിയിൽ വിമർശിച്ച CK ജാനുവാണ് ഒടുവിൽ ഇപ്പോൾ വീണ്ടും UDF-ലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും അവർ ചില മാധ്യമങ്ങളോടൊക്കെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, അവർക്ക് മുന്നണിയിൽ പ്രവേശിക്കാൻ താല്പര്യമുണ്ട്. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും CK ജാനുവിനെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിന് ഏറെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. കാരണം CK ജാനു മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ, UDF മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഒന്നല്ലെങ്കിൽ ബത്തേരി സീറ്റോ അല്ലെങ്കിൽ മാനന്തവാടി സീറ്റോ വിട്ടു നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. CK ജാനു NDAയിലുള്ളപ്പോൾ BJP പ്രവർത്തകർ അല്ലെങ്കിൽ BJP നേതാക്കളടക്കം പറഞ്ഞിരിക്കുന്നത്, സാധാരണയായി CK ജാനു അവരുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള യാതൊരു ശ്രമവും വയനാട്ടിൽ നടത്തുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു മുത്തങ്ങ സംഭവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അന്നത്തെ പ്രതിച്ഛായൊന്നും CK ജാനുവിന് നിലവിൽ ബത്തേരിയിലോ അല്ലെങ്കിൽ മുത്തങ്ങയിലോ ഇല്ല. മറിച്ച് അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊന്നും അവരുടെ പാർട്ടി ശക്തിപ്പെടുത്താനുള്ള യാതൊരു ശ്രമവും CK ജാനു നടത്തുന്നില്ല എന്നാണ് BJP നേതാക്കളടക്കം ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും CK ജാനുവിന്റെ നാട് കാട്ടിക്കുളത്തിനടുത്ത് പനവല്ലിയിലാണ്. പനവല്ലിയിൽ അല്ലെങ്കിൽ CK ജാനു UDF-ലേക്ക് പ്രവേശനത്തിനായി വരുമ്പോൾ ഒന്നല്ലെങ്കിൽ മാനന്തവാടി സീറ്റ് അല്ലെങ്കിൽ ബത്തേരി സീറ്റോ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് തന്നെയാണ് കോൺഗ്രസിന് തലവേദനയാകാൻ പോകുന്നത്. കാരണം കോൺഗ്രസിന് ഏറെ സ്വാധീനമുള്ള സ്ഥലമാണ് മാനന്തവാടിയും ബത്തേരിയും അടക്കമുള്ള സ്ഥലങ്ങൾ. ബത്തേരിയിൽ കോൺഗ്രസിന്റെ സിറ്റി MLA IC ബാലകൃഷ്ണനാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബത്തേരി സീറ്റൊക്കെ വിട്ടുകൊടുക്കുക എന്നത് കോൺഗ്രസിന് അപേക്ഷിച്ച് ഏറ്റവും അല്ലെങ്കിൽ ആന മണ്ടത്തരം എന്ന് വേണം പറയാം. ഒരുപക്ഷെ CK ജാനു മുന്നിൽ പ്രവേശിക്കാനാണെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും CPM-ലേക്കോ LDF-ലേക്കോ ഇല്ല എന്നാണ് ഇപ്പോൾ CK ജാനു പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുമല്ല, LDF-ഉം CPM-ഉം അല്ലെങ്കിൽ ജനങ്ങളിലെ മനസ്സിൽ നിന്ന് അകന്നു കഴിഞ്ഞു എന്നാണ് CK ജാനു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ UDF-ലേക്ക് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന് മുൻപേ അവരെ മുന്നണിയിൽ എടുക്കണം എന്നുള്ള ഒരു ആവശ്യം CK ജാനു ഉന്നയിച്ചിരിക്കുന്നു. ഏതായാലും CK ജാനു UDF പ്രവേശനത്തിലേക്ക് വരുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് ഒരുപക്ഷെ ബത്തേരിയോ മാനന്തവാടി അടക്കമുള്ള ST സംവരണമുള്ള സീറ്റുകൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്ത നിയമസഭാ ഇലക്ഷനോട് കൂടി അല്ലെങ്കിൽ ഒരുപക്ഷെ ബത്തേരി സീറ്റ് തന്നെ ആയിരിക്കും CK ജാനു ആവശ്യപ്പെടുക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും കോൺഗ്രസിനടുക്കെ ഇതൊരു തലവേദനയ്ക്ക് കാരണമാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. വയനാട്ടിലെ പല നേതാക്കൾ അടക്കം ഇപ്പോൾ ഈ നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് പല ഗോത്ര നേതാക്കളും അടക്കം കോൺഗ്രസിലുള്ള പ്രവർത്തിക്കുന്ന പല ആളുകളും ഈ സീറ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കിട്ടിയ വിവരം. അപ്പോൾ CK ജാനു അപ്രതീക്ഷിതമായി ഈ മുന്നണിയിലേക്ക് വന്ന സീറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിൽ ചില പൊട്ടിത്തെറികൾക്ക് അത് കാരണമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും കോൺഗ്രസിന്റെ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നൽകിയിട്ടില്ല. ഏത് രീതിയിലാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് എന്ന് നോക്കി കാണേണ്ടതുണ്ട്. ഏതായാലും CK ജാനു ലക്ഷ്യം വെക്കുന്നത് UDF പ്രവേശനം തന്നെയാണ്. അവർക്ക് അതിലൂടെ അല്ലെങ്കിൽ ബത്തേരി സീറ്റോ മാനന്തവാടി സീറ്റോ ആയിരിക്കും ആവശ്യപ്പെടുക എന്നുള്ള കാര്യം തീർച്ചയാണ്. ഏതായാലും വരും ദിവസങ്ങളിലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ പ്രതികരണം ഇതിൽ പ്രസക്തമാണ്.